വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ടോണറും പ്ലസ് ഒരു പാക്കും ആണെന്ന് പറഞ്ഞു തരുന്നത്. വൈറ്റനിങ് ടോണർ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വൈറ്റനിങ് ടോണർ ഭയങ്കര റിസൾട്ടാണ്. കാരണം നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന ടോണറിനേക്കാളും എത്രയോ ഇരട്ടി ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ടോണറാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ സ്കിൻ വൈറ്റനിങ് പാക്കും പറഞ്ഞു തരുന്നുണ്ട്. ഇത് രണ്ടും ട്രൈ ചെയ്താൽ മതി നമ്മുടെ സ്കിൻ സൂപ്പർബായിട്ട് ബ്രൈറ്റ് ആവാനായിട്ട്. വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്കിൻ വൈറ്റനിങ് ടോണർ ഫസ്റ്റ് പറയാം. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യുമ്പോഴും എന്ത് പറഞ്ഞിട്ടുള്ള ക്ലെൻസ് ചെയ്യണം, ടോണർ യൂസ് ചെയ്യണം, ദെൻ നമ്മളുടെ പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ടോണർ നിർബന്ധമില്ല. ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ടോണർ എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് വന്നാൽ സ്കിൻ ഡള്ളായിട്ട് തോന്നുന്നവർക്ക്, അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിൽ എന്താ പറയുക ബ്രൈറ്റനിങ്ങിന്, വൈറ്റമിൻ സി, ഇതിനൊക്കെ വേണ്ടിയിട്ട് ആൻറ്റി ഏജിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടോണറാണ് കേട്ടോ. നമുക്കൊരു ഡൾനെസ്സൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോണറും കൂടിയാണ്. ഒരു പൈസയും എക്സ്പെൻസ് ഒന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടോണറാണ് ഇത്. നമുക്ക് ഡെയിലി വൈസിൽ എടുക്കാൻ പറ്റുന്ന ടോണറാണ്. പക്ഷേ പാക്ക് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്ന പാക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ചെയ്യാവൂ. എല്ലാ പാക്കിലും നമ്മൾ ടോണർ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ടോണർ വേണ്ട, ക്ലെൻസ് ചെയ്യുക, ക്ലെൻസ് ചെയ്തതിനു ശേഷം പാക്ക് യൂസ് ചെയ്യുക. ക്ലെൻസിങ് മസ്റ്റായിട്ട് ചെയ്യണം, അത് ആരും തന്നെ വിട്ടുപോകരുത്. നമ്മൾ സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ പാക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം, ഈ CTM എന്നുള്ളത് പ്രൊസീജിയർ, ക്ലെൻസിങ്, ടോണർ, മോയ്സ്ചറൈസർ, ഇതൊക്കെ ഡെയിലി ചെയ്യണോ എന്നൊക്കെ. നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് ആൻസർ, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഡെയിലി ചെയ്യണം, ക്ലെൻസ് ചെയ്യണം, ടോൺ ചെയ്യണം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അത് നമ്മളുടെ സ്കിന്നിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ സ്കിന്നിന് കൊടുക്കേണ്ടതാണ്. പലരുടെയും സ്കിന്നിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലേ. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മെലസ്മ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ, അൺഈവൺ, ഡാർക്ക് സ്പോട്ട്, ഇതാണ് നമ്മൾ എപ്പോഴും കണ്ടുവരുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ സ്കിന്ന് റിങ്കിൾസ് വരുന്നു, ചുളിവുകളും ഡ്രൈനെസ്സും ഒക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യാത്തത് കൊണ്ട്, കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ സ്കിന്നിലേക്ക് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസ് നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു എനർജിയിലാണ് നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ നമ്മളുടെ സ്കിൻ ആക്റ്റീവായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ സ്കിന്നിനെ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, കറക്റ്റായിട്ട് സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളതാണ്. ക്ലെൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുന്നത്. ക്ലെൻസറും ഫേസ് വാഷും നമ്മളുടെ ഡിഫറൻസ് പറഞ്ഞുതരാം. ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ്റെ ഔട്ടർ ലെയറിലാണ് ക്ലിയർ ചെയ്യുന്നത്. ക്ലെൻസർ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ് ആണ്. ദെൻ ടോണർ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്ത സ്കിന്നിൽ നമ്മുടെ പോർട്സ് എല്ലാം തന്നെ ഓപ്പൺ ആയിരിക്കും. അതിനെല്ലാം തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് എന്ത് വേണം, ടോണർ യൂസ് ചെയ്യണം, ടോൺ ചെയ്യണം. അതിനുശേഷം നമ്മളുടെ മോയ്സ്ചറൈസർ, ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് മോയ്സ്ചറൈസർ ചെയ്യണം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ വൈറ്റമിൻ സി എടുക്കാം, കൊളോജിൻ സിറം എടുക്കുക, അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിന് എന്താണോ നമുക്ക് സ്കിൻ ബ്രൈറ്റ് ആവണമെങ്കിൽ അതിനുള്ള സിറം, ഇതൊക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. പക്ഷേ ബേസിക്കായിട്ട് ഈ 3 കാര്യങ്ങളും പ്ലസ് സൺസ്ക്രീനും നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അപ്പോൾ ഇത് ചെയ്യാൻ അറിയാത്ത ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കിന്നിന് ഇഷ്യൂ ആണ്. സാധാരണ ആൾക്കാർക്ക് ആർക്കും തന്നെ ഒരിക്കലും അവർക്ക് സ്കിൻ കെയർ എന്താണെന്നോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക, നമ്മൾ ഡെയിലി കാണുന്ന പ്രൊഡക്റ്റുകളെല്ലാം മേടിച്ച് യൂസ് ചെയ്ത് സ്കിന്ന് ഒരുപാട് രീതിയിൽ എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്കിൻ പ്രോപ്പറായിട്ട് ക്ലിയർ ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ വേണമെന്നുണ്ടെങ്കിൽ, ഗൈഡൻസ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്. 3 മാസത്തേക്ക് 3 കൺസൾട്ടിങ്ങാണ് വരുന്നത്. അതിലൂടെ നിങ്ങളുടെ സ്കിന്ന് പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും. പ്ലസ് നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക് ആ ഒരു എന്താ പറയുക നമ്മളുടെ ഒരു ഗൈഡൻസ്, 3 മാസത്തെ ഗൈഡൻസ് നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക് നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും. ലൈഫ് ടൈമിലേക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് വെളുക്കുക എന്നുള്ളൊരു സംഭവമല്ല നമ്മളിവിടെ പറഞ്ഞു തരുന്നത്. നമ്മൾ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് സ്കിന്നിനെ ഹെൽത്തി ആയിക്കൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു റൊട്ടീനാണ് നമ്മൾ തരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ടോണർ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് റോസ് വാട്ടർ എടുക്കുക.
അതുപോലെ തന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് നല്ല ക്ലെൻസർ പറഞ്ഞു തരുമോയെന്ന് ഒരുപാട് പേര് എപ്പോഴെപ്പോഴും ചോദിക്കാറുണ്ട്. ഫേസ് വാഷ് ചെയ്യാനാണെങ്കിലും ശരി, ഡ്രൈനെസ്സിനൊക്കെ ആണെങ്കിൽ ഈ ടോണർ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് എന്ത് ചെയ്യണം? ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ടോണർ എടുക്കാനായിട്ട് അല്ലേ. അപ്പോൾ ഫേസിന് ആൻറ്റി ഏജിങ്ങിലൊക്കെ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഡ്രൈനെസ്സും പ്രശ്നങ്ങളൊക്കെയാണ്, അണ്ണിമണൊക്കെയാണ്. പിന്നെ ചില ആൾക്കാർക്ക് വേറെ പ്രൊഡക്റ്റുകളൊന്നും നാച്ചുറലായിട്ടല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ക്ലെൻസർ പറഞ്ഞുതരാം. ഇത് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഇത് നമ്മൾ വേറൊന്നുമല്ല, നമ്മളുടെ നാൽപ്പാമരതി ക്ലെൻസറാണ്. സോ ഭയങ്കര സൂപ്പർബാണെന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പർബാണ് കേട്ടോ. ഇത് പ്രൊമോഷനായിട്ട് എടുക്കരുത്, അത്രയും ബെസ്റ്റ് റിസൾട്ടാണ്. നാൽപ്പാമരതി ഓയിൽ ടു മിൽക്ക് ക്ലെൻസറാണ് ഇത് വരുന്നത്. ഓയിലി സ്കിന്നുകാർക്ക് അത്രയും ഓക്കെ ആവും, കാരണം ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചെടുത്താൽ നിങ്ങൾക്ക് ഓയിലി സ്കിന്നിന് നമുക്ക് യൂസ് ചെയ്യാം. ആൻറ്റി ഏജിങ്ങിൽ ബെസ്റ്റാണെന്ന് വെച്ചാൽ ബെസ്റ്റാണ്. ഇത് സ്കിൻ ബ്രൈറ്റ് ആവാനും അൺഈവൺ മാറാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക്, ഡാർക്ക് സ്പോട്ട് ഉള്ളവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, നന്നായിട്ട് ഷേക്ക് ചെയ്യണം കേട്ടോ ഉപയോഗിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ക്ലെൻസറാണ്. അപ്പം നാൽപ്പാമരതിയുടെ നമ്മളുടെ ക്ലെൻസർ നിങ്ങളത് ആയുർവേദിക്കാണ്, 100% ആയുർവേദിക്കാണ്, നാച്ചുറലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളിത് അയച്ചു തരും കേട്ടോ. നമ്മളുടെ ഓൺ പ്രൊഡക്റ്റാണ്, കാരണം അത്രയും ബെസ്റ്റ് റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. സോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലെൻസർ ഞാൻ അയച്ചു തരാം. അപ്പോൾ ഈ ക്ലെൻസർ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ടോണർ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആവും. അതിനായിട്ട് നമ്മൾ കുറച്ച് റോസ് വാട്ടറാണ് ഇതിലെടുത്തിരിക്കുന്നത്. റോസ് വാട്ടർ അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മളുടെ നാരങ്ങ എടുക്കുക. നാരങ്ങ നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുക. അതിൻ്റെ പൾപ്പും എല്ലാം പോയിക്കോട്ടെ കേട്ടോ. അതിലേക്ക് നന്നായിട്ടത് നല്ല രീതിയിൽ ഇതിലേക്ക് പിഴിഞ്ഞ് എടുക്കാം. നമ്മളുടെ നാൽപ്പാമരതി ഓയിൽ ക്ലെൻസിങ് ഓയിൽ സൂപ്പറാണ് കേട്ടോ. ഞാനത് വീണ്ടും നമ്മളുടേതായതുകൊണ്ട് മാത്രം പറയാം, കാരണം നിങ്ങൾക്കതിന് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ അറിയാം അത്ര ബെസ്റ്റ് റിസൾട്ടാണ്. സ്കിന്നിന് ഭയങ്കര ഗ്ലോയാണ്. അപ്പോൾ ഭയങ്കര ഒത്തിരി റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല, 850 റുപ്പീസ് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് നമ്മൾ കൊറിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അതൊന്ന് നമ്മളുടെ കമൻറ്റ് ബോക്സിലോ നമ്മളുടെ വാട്സപ്പ് നമ്പറിലോ മെസ്സേജ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ നമ്മളുടെ സ്കിൻ കെയർ വേണമെന്നുള്ളവർ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് നമ്പറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫീസ് പറഞ്ഞിട്ട് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. 5000 റുപ്പീസ് നമുക്ക് 3 മാസത്തെ കൺസൾട്ടിങ് ഫീ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു ക്ലെൻസർ, കാരണം ഇതിനകത്ത് എന്താ പറയുക, നമുക്കറിയാം ലൈമിൽ വൈറ്റമിൻ സി ആണ്, സൂപ്പറാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മളിതെടുക്കുക. നന്നായിട്ട് ഈ പൾപ്പോട് കൂടി എടുത്താൽ ഒരു കുഴപ്പമില്ല. ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്യാം. ഓക്കെ, എന്നതിന് ശേഷം ഈ ടോണർ നമ്മളെപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ, പുറത്തൊന്നും വയ്ക്കരുത്, ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ദെൻ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. സ്കിൻ പെട്ടെന്ന് തന്നെ ബ്രൈറ്റാവും, വേറെ ഒന്നും വേണ്ട. മനസ്സിലായി? ഇതിനകത്ത് റോസ് വാട്ടറാണ്. റോസ് വാട്ടറിൽ നമ്മൾ കുറച്ച് ലൈം മിക്സ് ചെയ്തു, നാരങ്ങ പിഴിഞ്ഞു, അത്രയേ ഉള്ളൂ. നമുക്ക് ഇത്രയ്ക്കും ആണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് മതി കേട്ടോ, ഒത്തിരി വേണ്ട. നമ്മൾ ഈ ഹാഫ് ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഹാഫ് ലൈം മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇത് നമ്മളുടെ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ വൈറ്റനിങ് ടോണറാണ്. അപ്പോൾ വൈറ്റനിങ് ക്ലെൻസർ ഞാൻ പറഞ്ഞു തന്നു. ഇത് ആയുർവേദിക്കാണ്. നാൽപ്പാമരതി ഓയിൽ ടു മിൽക്ക് ക്ലെൻസറാണ് വരുന്നത്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ വൈറ്റനിങ് പാക്കാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിലേക്കായിട്ട് നമുക്ക് വേണ്ടത് 1 സ്പൂൺ നമ്മൾ കേട് എടുക്കുക, 1 2 നമ്മളുടെ ഫേസിൻ്റെ ഇതനുസരിച്ച് എടുക്കുക. ദെൻ അതിലേക്ക് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് നമ്മളുടെ ബേക്കിംഗ് സോഡ കുറച്ച്, അതായത് 1/4 ടീസ്പൂൺ ടു 1/2 സ്പൂൺ. അത് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ഡ്രൈ സ്കിന്നാണെങ്കിലും നമ്മളിത് എടുക്കരുത്, അല്ലാത്തവർ മാത്രം എടുക്കുക. എന്ത് പാക്ക് ഇടുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ. സ്കിൻ്റെ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട, നെക്സ്റ്റ് ഡേ ചെയ്താൽ മതി. എന്തെങ്കിലും ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ദെൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് നമ്മളുടെ ഈ റോസ് വാട്ടറും ഇതുണ്ടല്ലോ, ഈ വൈറ്റനിങ് ടോണർ, ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഈ പാക്ക് മിക്സ് ചെയ്യാനായിട്ട്. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് അതിന് ശേഷം ഇത് പാക്ക് ഇട്ട് കൊടുക്കുക.
നൈസായിരിക്കും. ഈ ക്ലെൻസർ വെച്ച് ക്ലെൻസ് ചെയ്തിട്ട് ദെൻ ഈ പാക്കും കൂടി ഇട്ട് കൊടുത്താൽ ഒന്നും പറയാനില്ല, അത്രയും സൂപ്പർബായിരിക്കും. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വൈറ്റനിങ് ടോണറും അതുപോലെ വൈറ്റനിങ് പാക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക, ബെസ്റ്റ് റിസൾട്ടായിരിക്കും. എന്ത് നമ്മൾ ഹോം കെയർ ചെയ്യുമ്പോഴും സ്കിൻ കെയറിൻ്റെ കൂടെ ചെയ്യുക, അപ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉള്ളത്. മനസ്സിലായോ? നിർബന്ധമായിട്ടും സ്കിൻ കെയർ ചെയ്യുക, സ്കിൻ കെയറിൻ്റെ കൂടെ ഹോം കെയറും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. അതല്ലാതെ നമ്മൾ ഹോം കെയർ മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും റിസൾട്ട് വരണമെന്നില്ല. കാരണം സ്കിൻ കെയർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ആവശ്യമാണ്. ഞാൻ എല്ലായ്പ്പോഴും പറയും, വെള്ളം ദാഹിക്കുമ്പോൾ വെള്ളം കൊടുക്കണം, എന്നിട്ടാണ് ഫുഡ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയി ബിരിയാണി കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം വേണ്ടത് ഹൈഡ്രേറ്റ് ചെയ്യുക സ്കിന്നിനെ. അത് ചെയ്തിട്ടേ നമ്മൾ ഹോം കെയർ ചെയ്യാവൂ, എന്നാലാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ക്ലെൻസർ എന്ന് പറയുന്നത് 100% നാച്ചുറലാണ്. ഇതിനകത്ത് വേറെ ഒന്നും തന്നെ വരുന്നില്ല. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതിൻ്റെ സ്കിൻ ടെക്സ്ചർ എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ, ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ അത് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അത്രയും റിസൾട്ട്, കാരണം അത്രയും നമ്മളിത് ഇതിൻ്റെ പുറകിലാണ്, ഇതിൻ്റെ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അത്രയും ബെസ്റ്റ് റിസൾട്ട് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. കാരണം ഞാൻ ഇതുവരെ ഏത് പ്രൊഡക്റ്റും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഓൺ പ്രൊഡക്റ്റ് ആയിരിക്കണം, പ്ലസ് നമുക്കതിൽ 100% വിശ്വാസവും അതുപോലെ തന്നെ റിസൾട്ടും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ തരത്തുള്ളൂ. അപ്പോൾ എനിവേസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കമൻറ്റ് ചെയ്തിട്ട് റിപ്ലൈ ഇല്ല എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിന് എനിക്ക് ഒറ്റ വാക്കിൽ റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, പ്ലീസ്, അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ. റിപ്ലൈ എന്തായാലും ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. തന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.